ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കുറച്ചധികം ബിസി ആയിട്ടുള്ള ദിവസമാണ്. ഇന്ന് ചാക്കോയ്ക്ക് ഫാൻസി ഡ്രസ്സ് ആയില്ലേ ചാക്കോ? ആരാ ചാക്കോ? ഷെഫ്. ചാക്കോന് ഷെഫിൻ്റെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഷാഡോസിലെ ചേച്ചിമാർ തയ്ച്ച് തന്നിട്ടുണ്ട്. സോ അതൊക്കെ ഇട്ട് ചാക്കോ പോവല്ലേ അല്ലേ? അപ്പോൾ ഞാനിത് റെഡിയാക്കാൻ വന്നതാണ്. ഇന്ന് അവർ കുറച്ച് ലേറ്റാക്കി വിട്ടാൽ മതി എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അതാ നല്ലത്, ഇല്ലെങ്കിൽ ഡ്രസ്സൊക്കെ കൊണ്ട് ചീയിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോകണം. അങ്ങനെ കുറച്ചധികം പരിപാടികൾ നമുക്ക് ഇന്നുണ്ട്. എനിക്ക് ഡോൺ ചേട്ടൻ്റെ ആവശ്യത്തിന് വേറെ ഒരു കാര്യത്തിന് പോകണം, പിന്നെ ഇൻഷുറൻസിൽ പോകണം. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആയാലും ഞാനിവിടെ എത്തില്ല എന്ന് തോന്നുന്നു, ലേറ്റ് ആവും. അപ്പോൾ ഡിമ്പിൾ പിള്ളേരെ നോക്കിക്കോളാം. അപ്പോൾ ഞാൻ 2 പെയർ ഡ്രസ്സ് 2 പേർക്കും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേഗം റെഡി ആവാം, എന്നിട്ട് നമുക്ക് വർത്താനം പറയാം കേട്ടോ. ഇതാരാ? ഐ എം എ ഷെഫ്. മങ്കിയ? ചാക്കോ മങ്കിയാണോ? ഇതേതാണ് ഈ കുട്ടി ഷെഫ്? സുന്ദരനായ? വേണ്ട വേണ്ട വേണ്ട. അടിപൊളിയായിട്ട് ഷാഡോസുകാർ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. സേ താങ്ക് യു. താങ്ക് യു ചേച്ചി എന്ന് പറ പോടാ. പാച്ചുനോട് നിക്ക്. ഫാമർ ഹായ്. ചാക്കോ ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കണ കേട്ടോ. ഞാൻ വരുന്നില്ല. എന്നെ അടിച്ചു ഈ സ്റ്റീൽ ബലൻ. അപ്പോൾ അടുത്ത ട്രിപ്പ് എൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഊബർ വിളിച്ചിട്ട് ഇന്ന് കുറച്ചധികം ലേറ്റായി. ആദ്യത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് 2ാമത്തെ ട്രിപ്പിലാണ് എനിക്ക് കാറ് കിട്ടിയത്. കാരണം ആദ്യം ബുക്ക് ചെയ്തത് നിന്നിടത്ത് തന്നെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ 10:15. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ പണി കിട്ടുമെന്ന്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഊബർ ബുക്ക് ചെയ്തു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം പണിയുള്ള ദിവസമാണ്. മെയിൻ പ്രിഫറൻസ് ദയയിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു. മീൻസ് നമ്മുടെ സർജറി സംബന്ധമായ കുറേ പ്രൊസീജിയറും കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. കാരണം അത് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് തോന്നില്ല. സോ ഞാനതൊരു എൻ്റെ മുഖം കാണിച്ചിട്ട് തന്നെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതേ ഊബറിൽ അവിടെ ചെന്നു. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം ചെന്നു. കാരണം ഇത് കഴിഞ്ഞ് എനിക്ക് വേറെ കുറച്ചധികം പരിപാടികളുണ്ട്. ഇന്ന് ഇതെല്ലാം എനിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അങ്ങനെ ഊബറുകാരൻ ചേട്ടനെ സെറ്റിൽ ചെയ്ത് വേഗം അകത്തെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഏത് മൂലയിലും നോക്കിയാലും പേഷ്യൻസ് ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാളെ മാസ്ക് ഇട്ട് കണ്ടപ്പോൾ നല്ല പരിചയം. ഇയാളെ മനസ്സിലായോ? യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണേ. അങ്ങനെ എന്താ പറയുക, അവിടുന്ന് ഇൻഷുറൻസിലൊക്കെ പോയി സംസാരിച്ച് വീഡിയോ റിപ്പീറ്റ് വന്നു എന്നൊരു സംശയം. അപ്പോൾ അത് ഇൻഷുറൻസിലൊക്കെ പോയി സെറ്റാക്കി അവിടുന്ന് ഒരു ഊബർ ഓട്ടോ പിടിച്ച് സെലക്ട്സ് മോളിൽ പോയി. എന്തിനാണെന്നല്ലേ, എൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡ് ഇരിപ്പുണ്ടായിരുന്നു മാക്സിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചു ഡോൺ ചേട്ടന് 2 ഷർട്ട് വാങ്ങിക്കാവുന്നു. കാരണം ഇനിയും ഡോൺ ചേട്ടന് ഇന്ന് പരിപാടിയുണ്ട്, നാളെ പരിപാടിയുണ്ട്, മറ്റന്നാൾ പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ബിസി ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഇൻഷുറൻസിലൊക്കെ പോയി പേപ്പർ കൊടുത്തു, സംസാരിച്ചു. ഞാൻ കഥയിൽ വന്ന ട്വിസ്റ്റ് എന്താണെന്ന് പറയാം കേട്ടോ. നമ്മൾ ജോസഫ് സാറ് കാനഡയ്ക്കോ അയർലൻഡിലോ അങ്ങോട്ട് പോയതിൻ്റെ പേരിലാണ് നമ്മൾ വേറൊരു ഡോക്ടറിനെ സ്വിച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ലാസ്റ്റ് ഡേ ജോസഫ് സാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ജോസഫ് സാറ് തന്നെ സർജറി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ഇന്ദുധരൻ ഡോക്ടറിനോട് സംസാരിച്ച് ഡോക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസഫ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം നമ്മുടെ പ്ലാനിൽ കുറച്ച് ഒരു റീഷെഡ്യൂളിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 14-ാം തീയതി രാവിലെ അഡ്മിറ്റ് ആകുമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അത് മാറ്റി 13-ാം തീയതി വൈകുന്നേരം ഒരു 8 മണിയാകുമ്പം അഡ്മിഷൻ എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് 14-ാം തീയതി ഒരു 11 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രൊസീജിയർ ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സാറ്റർഡേ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് അതിനെക്കുറിച്ച് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന
കോൺസിക്വൻസിനെ കുറിച്ച് സംസാരിച്ചു. മീൻസ് നമ്മുടെ വായിൽ വരുന്ന മുറിവുകൾ, കാരണം നമ്മൾ മൗത്ത് ത്രൂ ആണ് ഈ സർജറി ചെയ്യുന്നത്. എനിക്കൊന്ന് റോഡാണ് എന്തോ ഒരു വാക്ക് പറഞ്ഞു. ആ സബ് വറക്കുമ്പം നമ്മുടെ നാക്കിലും മുകളിലും ഒക്കെ ചിലപ്പോൾ മുറിവ് സംഭവിക്കാം. ഇപ്പോൾ ഈവൻ അത് വെപ്പവലാണെങ്കിൽ പോകാം. അതാരായിരുന്നു എന്നോട് ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ മാക്സിമം നോക്കിയിട്ട്, അതായത് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരാതെ അവരത് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊന്നും എനിക്ക് പേടിയുള്ള കാര്യമില്ല. പിന്നെ എന്നോട് കൂടുതലും പറഞ്ഞത് അതിന് ശേഷമുള്ള കെയറിനെ കുറിച്ചാണ് ഡോക്ടർ കൂടുതലും പറഞ്ഞത്. 3 വീക്സ് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താലേ ത്രോട്ടിനൊരു റിലാക്സേഷൻ, നമ്മൾ മുറിവാണല്ലോ, സ്റ്റിച്ചൊന്നും അല്ലല്ലോ, അപ്പോൾ അത് ജസ്റ്റ് കട്ട് ചെയ്ത് വിടുന്നല്ലേ, അപ്പോൾ ആ ഒരു ഹീലിംഗ് ടൈം നമ്മളെ തൊണ്ടയ്ക്ക് കൊടുക്കുകയൊക്കെ വേണം. അപ്പം അധികം എരിവും പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊതുവേ. പിന്നെ അത് കഴിഞ്ഞ് അനസ്തീഷ്യസിനെ പോയി കണ്ടു. അപ്പോൾ അഡ്മിറ്റ് ആയതിനു ശേഷം ഒന്നും കൂടെ ഡോക്ടറിനെ വന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഇൻഷുറൻസിൽ ചെല്ലണം. എനിക്ക് ദയയിലായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഫ്രീ ആണ്. കാരണം നിങ്ങളവിടെ പോയാൽ, അതായത് നിങ്ങളെയും കൊണ്ട് എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ സ്റ്റാഫുകൾ അവർ പ്രൊവൈഡ് ചെയ്യും. അത് നമ്മുടെ കൂടെ വരുന്ന, നമ്മൾ ഇപ്പോൾ തുണി എടുക്കാൻ പോകുമ്പോൾ പറയില്ല, നമ്മുടെ കൂടെയുള്ള ആൾ ശരിയല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ 10 തുണി എടുക്കാൻ പോയതാണ് 2 തുണി എടുത്തിട്ട് തിരിച്ചു വരും. അതുപോലെയാണ് ഹോസ്പിറ്റലിൽ. ഇപ്പോൾ പ്രായമായവരെ നിങ്ങൾ വീട്ടിൽ നിന്ന് വിടുകയാണ്, എന്ത് ചെയ്യും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. ആ വാതിക്ക് ഒന്ന് വന്ന് ഇറങ്ങി കൊടുത്താൽ മതി. അതുമല്ല, പിക്ക് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റീസ്. നിങ്ങളുടെ പാരൻസ് ഇപ്പം തൃശ്ശൂർ ആരെല്ലാം ഉണ്ട് എന്നാൽ ഫ്ലാറ്റുകളിൽ വീടുകളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ എങ്ങനെ അവർ വരുമെന്നോർത്തുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. അവർ വീട്ടിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്ത്, അപ്പം ബ്ലഡ് ടെസ്റ്റുകളാണെങ്കിൽ അത് ഒക്കെ നമുക്ക് വേണ്ടി അവർ ചെയ്തു തരും കേട്ടോ. അപ്പം കുറേ നല്ല ഫെസിലിറ്റീസ് ഇപ്പോൾ കുറേ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ ഇപ്പം നിലവിൽ ദയനെ കുറിച്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ. നമുക്ക് ആ സർവീസ്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. സോ അങ്ങനെയൊക്കെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ വന്നാലും നിങ്ങളെ വട്ടം ചുറ്റിക്കില്ല. എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് ഡിലേ ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും വൃത്തിയിൽ ചെയ്തു തരും. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സമാധാനമാണ്. കുറേ പേര് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക, വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുക, ചിലപ്പം സർജറി വേണ്ടി വരില്ല. എനിക്കറിയാവുന്ന കുറച്ച് പേർക്ക് എൻ്റെ റിസൾട്ടുകളൊക്കെ അയച്ചു കൊടുത്തപ്പം അവരും എനിക്ക് സർജറി തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ദയയിൽ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് താല്പര്യം. കാരണം എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്തായിരിക്കും. നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റിനും ഉള്ളത്, അങ്ങനെയൊക്കെ. അപ്പോൾ വീണ്ടും എനിക്ക് നിഹാലിനോട് മാത്രമേ നന്ദിയുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഒരു എന്താ പറയുക, നമുക്ക് ചിലരെ കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമുക്കൊരു ബ്രദർലി ഫീലിംഗ് ഒക്കെ വരും എന്ന് പറയുന്നത്. എനിക്കത് നിഹാലിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിഹാലിനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായി. എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വേണം എന്നെനിക്ക് ചില സമയത്തൊക്കെ തോന്നിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മോറോവർ നല്ലൊരു ബ്രദറായിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക, എന്താണിത് കൊണ്ട് വരിക, ഒക്കെ എനിക്ക് നല്ലൊരു ഇത് തന്നിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഇത് കഴിഞ്ഞാലും എന്താണ് പറയുക, എനിക്ക് തെറാപ്പി ഉണ്ടാവും, അത് കണ്ടിന്യൂസ്ലി ചെയ്യണം, അത് മുടങ്ങാൻ പാടില്ല. 3 വീക്സ് കംപ്ലീറ്റ് റെസ്റ്റ് അത് കഴിഞ്ഞ ഉടനെ തന്നെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്താലേ വോയിസിലൊരു ഇത് വരുള്ളൂ. പിന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് വീണ്ടും വരാം എന്നാണ്. കാരണം ഇനിയും ഞാൻ എൻ്റെ ത്രോട്ടിനൊരു സ്ട്രെയിന് അല്ലെങ്കിൽ സ്ട്രെസ്സ്, നോയ്സ്, ഓവർ വോയിസ് ഒക്കെ എടുത്താൽ ഇത് വീണ്ടും വരാം. അത് സർജറി ചെയ്തു എന്ന് വിചാരിച്ച് അതവിടെ കഴിഞ്ഞു എന്നല്ല, അതൊക്കെ ഞാൻ ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ജോസഫ് സാറിനോട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് സാറിന് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ സാറിന് യൂട്യൂബ് ചാനൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ജോസഫ് എന്ന് തന്നെ പേര്, ലാസ്റ്റ് നെയിം ഞാൻ നോക്കിയില്ല യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിന് ENT സംബന്ധമായ കാര്യങ്ങളിടുക, സർജറീസ്, എനിക്ക് അങ്ങനെയാണ് ഡോക്ടർ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തന്നു. അപ്പം സാറിൻ്റെ ചാനലിൻ്റെ പേര് ഫുള്ളി ചോദിച്ചിട്ട് ഞാൻ പറയാം. എടുത്ത് ചാടി ഞാൻ പറഞ്ഞിട്ട് വേറെ വല്ല ചാനലായി ബുദ്ധിമുട്ടാവേ. ഞാൻ കാണിക്കാം, പറ്റിയാൽ കാണിക്കാം. നിഹാലിനെ ഞാൻ എന്തായാലും കാണിക്കും. ജോസഫ് സാറിന് വരാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല.
പിന്നെ എനിക്ക് ഒന്നും കൂടെ പേടി മാറ്റി തന്ന ഇന്ദുധരൻ ഡോക്ടർ സാറിനും എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. എന്താ പറയുക, എനിക്കൊന്നും കൂടെ പേടിയില്ലാണ്ട്, ഞാൻ പറഞ്ഞില്ലേ ആ രണ്ടാമത് VLS ചെയ്തപ്പം തരിപ്പിക്കാണ്ടാണ് ഡോക്ടർ ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ വളരെ കൂളായിട്ടൊക്കെ ചെയ്തു തന്നു. അപ്പോൾ അതിനും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് പോയപ്പം സത്യം പറഞ്ഞാൽ കാണാൻ പറ്റിയില്ല, പക്ഷേ ഇവർ ഡോക്ടേഴ്സ് നമ്മൾ സംസാരിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ജോസഫ് സാറാണ് ഇനി എൻ്റെ സർജറി ചെയ്യാൻ പോണത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം ഇന്ന് എനിക്കൊരു ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ജോസഫ് സാർ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ദുധരൻ ഡോക്ടർ എന്നെ പേടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാനാണ്. എനിക്ക് സത്യം പറഞ്ഞ സാറ് പറഞ്ഞതിന് ശേഷമാണ് പേടി പോയത്. സർജറി എന്ന് പറഞ്ഞപ്പോൾ ജോസഫ് സാർ സർജറിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. അതായത് തെറാപ്പി നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാമെന്നാണ് എന്നോട് പറഞ്ഞത്. ബട്ട് സർജറിയിലൊന്നും പേടിക്കാനില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത് ഇന്ദുധരൻ ഡോക്ടറാണ്. സോ രണ്ടുപേരോടും എൻ്റെ സ്പെഷ്യൽ നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അബൌട്ട് മൈ ത്രോട്ട്. ഒരു കഥയിൽ ഒരു ട്വിസ്റ്റ് എന്ന പോലെ അഡ്മിഷനും സർജറിയും ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ടെന്ന് ജോസഫ് സാർ പറഞ്ഞു. കാരണം ഇന്ദുധരൻ ഡോക്ടർ എല്ലാം ചെയ്യാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതാണ്, ECG, എക്സ്റേ എല്ലാം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നേരെ സർജറി. ഇന്ന് ചാക്കോൻ്റെ ഫാൻസി ഡ്രസ്സ് അടിപൊളിയായിരുന്നു. ഫാൻസി ഡ്രസ്സല്ല, കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ഡേ അടിപൊളിയായിരുന്നു. തോമു നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറ്റിയാൽ അത് ആഡ് ചെയ്യാം കേട്ടോ. ചാക്കോൻ്റെ ഫോട്ടോയും ഞാൻ ഉറപ്പായിട്ടും ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.